വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും ഉയരണം എന്നുള്ള ആഗ്രഹത്തോടെ 50 വർഷം മുൻപ് 1964 പുണ്യചരിതനായ കോതമംഗലം മെത്രാൻ മാത്യു പോത്തനാമൂഴി പിതാവും വിദ്യാഭ്യാസ വിചക്ഷണനും കാന്തദർശിയുമായ ബഹുമാനപ്പെട്ട ജോൺ വള്ളമറ്റത്തച്ഛനും ചേർന്ന് രൂപത കുടുംബം ഒന്നു ചേർന്ന് സ്വപ്നം കണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരം സാധിതമായിരിക്കുന്ന ഒന്നാണ് തൊടുപുഴ ന്യൂമാൻ കലാലയം. അഭിമന്യമാർ മാത്യു പോത്തനാമൂഴി പിതാവും മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവും ഇപ്പോഴത്തെ മെത്രാനായ മാർ ജോർജ് മടത്തിക്കണ്ടതിൽ പിതാവും നട്ടുനനച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാക്ഷേത്രത്തിന്റെ 50 വർഷം പിന്നിടുന്ന ഈ മുഹൂർത്തം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ദിനമായി ഞാൻ കാണുകയാണ്. എല്ലാവരും ഈ റാലിയിലേക്കായി ഒരുങ്ങിയിരിക്കുന്നു. വിളംബര ജാഥയ്ക്ക് മുന്നോടിയായിട്ട് തൊടുപുഴ ന്യൂമാൻസ് കോളേജിന്റെ സുവർണ ജൂബിലി വിളംബര ജാഥയുടെ ഉദ്ഘാടനം ഇവിടെ ഞാൻ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു വർഷത്തെ നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ ഈ ജൂബിലി ആഘോഷ വേളയിൽ എല്ലാ നന്മകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. നല്ലതും നന്മയും നേർന്നുകൊണ്ട് ഈ സുവർണ ജൂബിലി വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യുന്നു. ക്രമീകരിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപരോഗതിക്കുന്ന ഈ കലാലയം മേഖലകളിൽ മികവ് പുലർത്തുന്ന വിദ്യാക്ഷേത്രമെന്ന് ഞാൻ അത്യന്തമാന പുരസ്സരം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് അണിനിരക്കണമെന്ന കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് യൂണിഫോം ധാരികളായിരുന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവും ഞങ്ങൾക്കാണ്. റാലി അല്പം കൂടി വേഗതയിലാകുവാൻ മുൻനിരയിൽ നിൽക്കുന്നവർ ശ്രദ്ധിച്ചാൽ ഉപകാരമായിരുന്നു. റാലി അല്പം കൂടി വേഗതയിലാകുവാൻ മുൻനിരയിൽ നിൽക്കുന്നവർ ശ്രദ്ധിച്ചാൽ സന്തോഷമായിരുന്നു. ജ്ഞാനത്തിന്റെ വെളിച്ചത്താൽ ഞങ്ങളെ പ്രോജ്വലിപ്പിക്കണമേ. അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് ആനയിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് ആനയിക്കണമേ എന്ന് വിളിച്ചോതുന്ന വിധത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ദീപത്തിനെ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ കഴിയൂ എന്ന് ദ്യോതിപ്പിക്കുന്ന വിധത്തിൽ ദീപമേന്തിക്കൊണ്ട് മാത്തമാറ്റിക്സ് വിഭാഗവും അതിനു മുന്നിലായിട്ട് മാത്തമാറ്റിക്സ് വിഭാഗത്തിന്റെ ലീഡർ കൊടിയുമേന്തിക്കൊണ്ട് നടന്നു നീങ്ങുന്നു. താലപ്പൊലി എത്തിയ പെൺകൊടികൾ ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ബലൂൺ ധരിച്ച ദേശീയ പതാകയുടെ വർണ്ണത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പെൺകൊടികൾ ഇതാ മുന്നോട്ട് നീങ്ങുന്നു. മൂന്ന് മതത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സമസ്ത ജനവിഭാഗവും ഞങ്ങൾ ഒന്നാണെന്ന് സൂചിപ്പിക്കുവാൻ മൂന്ന് മതത്തെ പ്രതിനിധീകരിച്ച് മൂന്ന് ജോഡി ദമ്പതികൾ ഇതാ നീങ്ങുന്നു. മുത്തുംപട പിടിച്ച രണ്ടുപേർ എന്നില്ല ഗാന്ധിജിയും ചാച്ചാജിയും എല്ലാം നീങ്ങുന്നുണ്ട്. ഭാരതാംബ നേരിടുന്ന 4 പ്രശ്നങ്ങൾ: ദാരിദ്ര്യം, അഴിമതി, ഭീകരവാദം, സ്ത്രീബാൽ പീഡനം തുടങ്ങിയ കാര്യങ്ങൾ ചോദിപ്പിച്ചുകൊണ്ട് ഭാരതാംബയെ ചങ്ങലക്കിടുന്നവയാണിവയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതാ ഭാരതാംബയും അനുയായികൾ മുന്നോട്ട് നീങ്ങുന്നു. 6 ഫ്ലവർ ഗേൾസും 2 ബട്ടർഫ്ലൈസും വീണ്ടും ഇതിന് മനോഹാരിത പകരുന്നതായിട്ട് കാണുന്നു. യൂണിഫോം ധരിച്ച 6 ആൺകുട്ടികൾ രഥമേന്തിക്കൊണ്ട് പല്ലക്കേന്തിക്കൊണ്ട് ഇതാ 2 യുവതികൾ പിടിച്ചുകൊണ്ട് ടീച്ചേഴ്സ് നീങ്ങുന്നു. യൂണിഫോം ധാരികളായി കോലയെത്തിയ കുട്ടികൾ നീങ്ങുന്നു. വീണ്ടും ഒരു PT ഡിസ്പ്ലേക്ക് തയ്യാറായിക്കൊണ്ട് അടുത്ത വിഭാഗവും നീങ്ങുകയാണ്. തൊട്ടു പിന്നിലായിട്ട് അടുത്ത ചെണ്ടമേളം നീങ്ങേണ്ടതാണ്. അടുത്ത ചെണ്ടമേളം 2-ാം നമ്പർ 3-ാം നമ്പർ ചെണ്ടമേളം തുടങ്ങി. Department of Physics. Department of Physics. ഇവിടെയും ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുവാൻ മുത്തുംപുഴയുടെ അകമ്പടിയോടെ ഭാരതാംബയും ഈ സ്റ്റുഡൻസിന്റെ ലീഡറായിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്ററും പതാക ഏന്തിക്കൊണ്ട് നടന്നു നീങ്ങുമ്പോൾ ചാരുതയാർന്ന വർണ്ണങ്ങളിലുള്ള പതാകയും അതുപോലെ തന്നെ സെറ്റുധാരി ധരിച്ച് താലപ്പൊലിയും ഏന്തിക്കൊണ്ട് എത്രയോ യുവതികളാണ് 50 എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള ഷെയ്ഡും ധരിച്ച് നീങ്ങുന്നത്. നാളെ ആദ്യ ദിശയിൽ ദൗത്യം അഗ്നി വിക്ഷേപിക്കുവാൻ സൈക്കിളിൽ കൊണ്ടുപോകുന്നതിന്റെ ചിത്രീകരണം എത്രയോ കമനീയമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം നിർമ്മിച്ചതായ കൂട്ടർ ഒന്നുചേർന്ന് നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യ മിസൈൽ ദൗത്യം അഗ്നി വിക്ഷേപിക്കുവാൻ സൈക്കിളിൽ കൊണ്ടുപോകുന്നതിന് മനോഹരമായിട്ടുള്ള അവതരണം. വീണ്ടും ഇതാ പുഷ്പം
എന്തോ ആലേഖന വിവിധ അക്ഷരങ്ങളും 50ന്റെ ജൂബിലി നിറവ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു പൂന്തോട്ടം തന്നെ ഇതിലെ നീങ്ങുന്നതായി, സൂര്യകാന്തി പുഷ്പങ്ങൾ നീങ്ങുന്നതായിട്ടുള്ള അവതരണം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെ ചാരുതയുള്ളതാക്കി മാറ്റുന്നു. വർണ്ണാഭമായിട്ടുള്ള കൊടിതോരണങ്ങൾ കയ്യിലേറ്റി പെൺകുട്ടിയും അതോടൊപ്പം പെൺകുട്ടികളും അതോടൊപ്പം നീങ്ങുന്ന ആ ഞങ്ങളാണ് കെമിസ്ട്രി വിഭാഗം. ഒരു കഥകളി തന്നെ അവതരിപ്പിക്കുന്നു, വിവിധ കലാരൂപങ്ങളെ അവർ അവതരിപ്പിക്കുന്നു. മനോഹരമായിട്ടുള്ള അവതരണവും മനുഷ്യങ്ങളായി ചിത്രശലഭങ്ങളായി കാരുണ്യത്തിന്റെ ഇതിഹാസമായി കൽപ്പറ്റയിലെ തെരുവീതിയിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ജീവിച്ച് പ്രസംഗിച്ച മദർ തെരേസയെ ചിത്രീകരിച്ചുകൊണ്ട് ഇതാ വീണ്ടും ആ കെമിസ്ട്രി വിഭാഗം യൂണിഫോം ധാരികളായും അല്ലാതെയും നീങ്ങുന്നു. കഥകളി ചിത്രത്തിന്റെ ചിത്രീകരിച്ചിരിക്കുന്നു കെമിസ്ട്രി വിഭാഗം. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി വ്യത്യസ്ത പുരോഹിതരും ഐശ്വര്യ ജീവിത ആരംഭത്തിന്റെ ചുവട് പിടിച്ച് വധൂവരന്മാരും അണിനിരക്കുന്നത് കാണുമ്പോൾ ഹ്യൂമൻ കലാലയം പ്രൗഢോജ്വലമായിട്ട് മാറുകയാണ്. വിവാഹത്തിനും വിനോദത്തിനും നിറപ്പകിട്ടേവി കുഞ്ഞു പുഷ്പങ്ങൾ ചിത്രശലഭങ്ങളോടൊപ്പം ഇളങ്കാട്ടിൽ പാറിപ്പറക്കുന്നത് എത്രയോ ഗമനീയമായി മാറിയിരിക്കുന്നു. രസതന്ത്ര വിഭാഗത്തിന്റെ രസകരമായിട്ടുള്ള ആവിഷ്കാരത്തെ അഭിമാന പുരസ്സരം ഇവിടെ പറയുന്നു. തീർന്നില്ല, അവർ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന മറ്റൊരു മനോഹരമായ ചെണ്ടമേളം കെമിസ്ട്രി വിഭാഗം ക്രമീകരിച്ചിരിക്കുന്ന മനോഹാരിത ആവിഷ്കാരത്തിന്റെ അടുത്ത ചെണ്ടമേളം കാണികൾക്കും പുഷ്പകരമായി തീരുന്നു. കാരണം
പുഷ്പമേന്തിയ നടന്നു നീങ്ങുന്നു, ചുവടുകൾ വെച്ച് നീങ്ങുന്നു. 10 ഫ്ലാഗുകൾ ഇതാ മനോഹരമായിട്ട് തീർന്നില്ല. ഞങ്ങൾ സുവോളജി വിഭാഗമാണ്. മൃഗശാലയുടെ ഒരു മിനിയേച്ചർ ഘോർ കടുവയും കരടിയും ഇതാ നീങ്ങുന്നു. മാലാഖമാരുടെ രീതിയിലുള്ള ചിത്രശലഭങ്ങളെ ഇതാ ഇവർ കറുത്ത രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൃഷ്ണനും ഗോപികമാരും, വൃന്ദാവനത്തിലെ ഗോപികമാരും കൃഷ്ണനും ഒന്നുചേർന്ന് ലീലാവിലാസത്തോടെ മുന്നേറുന്നു. ഭരതനാട്യത്തിന്റെ വേഷമണിഞ്ഞ പെൺകൊടിയും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട വധൂവരന്മാരെ ചിത്രീകരിച്ചിരിക്കുന്നു. വസ്ത്രധാരണത്തിലെ മാറ്റങ്ങൾ എത്രയോ കമനീയം, അനന്യമായിട്ടുള്ള, യുണീക്കായിട്ടുള്ള, ഇതുവരെ കടന്നുപോയവരിൽ ആരും ചിത്രീകരിക്കാത്ത മനോഹരമായിട്ടുള്ളൊരു അവതരണം. വസ്ത്രധാരണത്തിലെ വിഭിന്ന രീതികൾ സിനിമയിലെ പഴയകാലത്തെ അനുസ്മരിക്കുന്ന വിധത്തിൽ അവരിതാ നീങ്ങുകയാണ്. വസ്ത്രധാരണത്തിലെ മാറ്റങ്ങൾ 60ഉം 70ഉം വയസ്സ് പ്രായമുള്ളവർ, പട്ടുപാവാട ധരിച്ചവർ, ഹാഫ് സാരി ധരിച്ചവർ, ജീൻസ് ധരിച്ചവർ, ടോപ്പ് ധരിച്ചവരായിട്ട് വീണ്ടും തിരുവാതിരക്കാരായ 10 വ്യക്തികളുമായിട്ടുള്ളവർ ടീച്ചേഴ്സിന്റെ അകമ്പടിയോടെ തമ്പിസാറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇത് ഈ ജാഥയ്ക്ക്, വിളംബര ജാഥയ്ക്ക് എരിവേകുന്നു, അഴകേകുന്നു, ചൈതന്യമേകുന്നു, ചാരുത പകരുന്നു. മറ്റൊരു മൂവി ബോട്ടണി വിഭാഗം വിളിച്ചോതുവാൻ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സ്ത്രീകളുടെ ഒരു നിര, കാശ്മീരി സ്ത്രീകൾ, പശ്ചിമ ബംഗാൾ സ്ത്രീകൾ, ഇവർക്ക് ഉള്ളിൽ പഞ്ചാബി നൃത്തത്തിന്റെ ചുവടുകൾ വെച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം നീങ്ങുന്നു. മഹാരാഷ്ട്ര സ്ത്രീകൾ, തമിഴ് സ്ത്രീകൾ, ഇവർക്കുള്ളിൽ രാജസ്ഥാനി സ്ത്രീകളുടെ മനോഹരമായ നൃത്ത ചുവടുകൾ കോലേന്തി നീങ്ങുന്നത് കാണുമ്പോൾ അത് മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിക്കുന്നതിന് പച്ചക്കറി കൊണ്ട് അലങ്കരിച്ച 4 വിദ്യാർത്ഥിനികൾ നീങ്ങുന്നു. യൂണിഫോം ഇട്ട് 7 പെൺകുട്ടികൾ നിരയായിട്ട് പോകുന്നു. വീണ്ടും കുട്ടികളുടെ ക്രിയാത്മകതയെ കാണിക്കുന്നതിനായിട്ട് സ്ട്രീറ്റ് ബോയ്സ് നൃത്തം ചെയ്യുന്നതായി ഞങ്ങൾ കാണുന്നു. ചിട്ടയായ പ്രവർത്തനവും പാരമ്പര്യ വസ്ത്രാലങ്കാരങ്ങളും പ്രദർശിപ്പിക്കുന്നതിന് ചുരിദാർധാരികളായ പെൺകുട്ടികൾ, നീളൻ പാവാടയിട്ട പെൺകുട്ടികൾ, കേരളത്തനിമയ്ക്ക് സെറ്റുധാരി ഉടുത്ത പെൺകുട്ടികൾ, ഇങ്ങനെ അവരെല്ലാം നീങ്ങുമ്പോൾ ടീച്ചേഴ്സ് മനോഹരമായിട്ടുള്ള പായ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന മനോഹരമായ തൊപ്പി, തഴത്തൊപ്പി അണിഞ്ഞ് മുന്നേറുമ്പോൾ ഇതും ഒരു മനോഹരമായ പൂന്തോട്ടത്തിൻ പ്രതീതി നമ്മുടെ മുമ്പിലേക്ക് നയിക്കുന്നു. ന്യൂമൻ കലാലയം അഭിമാനപൂരിതമാകുന്നു, പുളകിതമാകുന്നു. ബോട്ടണി വിഭാഗത്തെയും അഭിനന്ദിക്കുന്നു. തൊട്ടുപിറകിൽ അടുത്ത മേഘം. ഉപനിഷത്തുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആർഷഭാരതത്തിന്റെ രത്നങ്ങളായ ചരിത്ര പുരുഷന്മാരുടെ ജീവിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളുടെ ജീവിത മാതൃകൾ ഉൾക്കൊണ്ടുകൊണ്ട് അറിവിന്റെ പുതുവെളിച്ചത്തിലേക്ക് അന്ധകാരത്തിന്റെ പഴയ കുപ്പായങ്ങൾ ഉപേക്ഷിച്ച് കേരളത്തനിമയും സംസ്കാരവും തിരിച്ചറിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ജെന്നിസാറിന്റെ നേതൃത്വത്തിൽ നീങ്ങുന്ന ഇക്കണോമിക്സ് വിഭാഗം ബാനർ പിടിച്ചിരിക്കുന്നത് വൃദ്ധരായ കർഷകരും ഭാര്യയും 60കളുടെ ആരംഭത്തിൽ കുടിയേറ്റ കർഷകരുടെ പൊതുവസ്ത്രധാരണ രീതിയായ ചട്ടയും മുണ്ടുമണിഞ്ഞ് പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പൈതൃക സ്മരണകളിലൂടെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ ബാനറുമേന്തി റാലിയെ മുൻപന്തിയിൽ നയിക്കുന്ന പിതാമഹന്മാർ പുതിയ ചിന്തകളിലേക്ക്, പുത്തൻ ലോകത്തിലേക്ക്, അറിവിന്റെ നിറവിന്റെ പുതിയ വഴിത്താരകളിലേക്ക് അവരും വരും തലമുറയെ നയിക്കുവാൻ വീണ്ടും നേരം തിങ്ങിയ നാടിനെ നാം കേരളമെന്ന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ആഴിയുടെ അഗാധതയിൽ മയങ്ങിയ കേരളത്തെ പഴുതറിഞ്ഞ് സൃഷ്ടിച്ച പുണ്യാത്മാവ് പരശുരാമൻ ഇറങ്ങുന്നു. എന്നുള്ള റോഡിൽ ക്രമീകരിച്ചുകൊണ്ട് ലോകത്തർക്കായി തുറന്ന ബാലിരന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ 1 കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇതാ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മുന്നോട്ട് നീങ്ങുന്നു. ഭാരതത്തിന്റെ അമ്മ, സംസ്കാരത്തിന്റെ മുഖ്യ വിഭാഗം ചരിത്ര പുരുഷന്മാരെ അണിനിരത്തുമ്പോൾ ഭാരതനെ
തരത്തിലുള്ള പ്രശ്നമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അമ്പതേഴ് താലപ്പൊലിയേന്തിയ പാത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരുണിമണികളും ചിത്രശലഭങ്ങളും പൂക്കളും ഇതൊരു ഉത്സാഹകരമാക്കി മാറ്റുന്നു. എത്രയോ സുന്ദരമായിട്ടാണ് വിദ്യാർത്ഥികൾ നടന്നു നീങ്ങുന്നത്. മറയത്തെ സുന്ദരികളും അവരുടെ മണവാട്ടിയും. ഈ തിരുവാതിരക്കാർക്ക് വളരെ സെക്യൂരിറ്റിയാണല്ലോ. അവിടെ മുമ്പിൽ ശിരസുയർത്തി പിടിച്ച ബികോം സെക്രട്ടറിയും നിൽക്കുമ്പോൾ അവരുടെ പിറകിലായി ബികോം ഡിപ്പാർട്ട്മെന്റിൽ നട്ടലായ ADS നടന്നു നീങ്ങുന്നു.